അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖത്തറിലുള്ള പാലസ് വെൻഡം മാളിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. മെട്രോ ഉണ്ടെങ്കിൽ ഖത്തറിലുള്ള എല്ലാ കൂട്ടുകാർക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കറങ്ങി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പാലസ് വെൻഡം മാൾ. ലക്തഫിയ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക, അവിടുന്ന് ട്രാം എടുക്കുക. ട്രാം എടുത്തിട്ട് നേരെ നമ്മൾ വന്ന് ഇറങ്ങേണ്ടത് ഈ കാണുന്ന തറാഫത്ത് സൗത്ത് എന്ന ഈ സ്റ്റേഷനിലാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ മുന്നിൽ നിങ്ങൾക്ക് ഈ വലിയ മാള് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്വന്തം പാലസ് വെൻഡം മാള്. ഇതറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രഞ്ച് ആർക്കിടെക്ചറിൻ്റെ രൂപത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കൊട്ടാരം പോലെയുള്ള വലിയൊരു മാളാണ്. ഒരു വർഷമായിട്ടേ ഉള്ളൂ ഇത് ഓപ്പണായിട്ട്. ഇത് കാണാത്ത നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇവിടെ എങ്ങനെ എത്തിപ്പെടണം എന്ന് അറിയാത്തവരുണ്ട്. ടാക്സിക്ക് ഒരുപാട് റേറ്റ് ആണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാനുള്ള രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഒരു കൊട്ടാരത്തിലേക്ക് കയറി വരുന്ന പോലെ ഒരു ഫീലാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ. എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. 4 നിലകളാണ് ഈ ഒരു മാളിനുള്ളത്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ തന്നെ റീറ്റെയിലായി ഒരുപാട് ഡ്രസ്സിൻ്റെ ഒരുപാട് ബ്രാൻഡുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഞാൻ എന്തായാലും കാഴ്ചകളൊക്കെ കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. നല്ലൊരു ആംബിയൻസ് തന്നെയാണ്, നല്ലൊരു പുതുമയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആർക്കിടെക്ചറിൻ്റെ രീതികളും എല്ലാം ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിപ്പെട്ട പോലെ ഒരു ഫീല് നമുക്ക് കിട്ടും. ആ ഒരു ഫീല് തരുന്ന പോലെ തന്നെയാണ് അതിൻ്റെ ആ കൊത്തുപണികളും തൂണുകളും എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ സിറ്റി സെൻറ്റർ അങ്ങനെയുള്ള ബാക്കി മാളുകളൊക്കെ കടന്ന് കറങ്ങുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്ന് നിങ്ങളുടെ ഒരു ഒഴിവ് ദിവസമൊക്കെ നല്ലപോലെ സ്പെൻഡ് ചെയ്യാം. ഈ കാണുന്നത് വാട്ടർ ഫൗണ്ടെയിൻ ഷോ നടക്കുന്ന ഒരു മിഡിലുള്ളൊരു ഏരിയയാണ്. ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ നടുക്കിലുള്ളൊരു ഏരിയ പോലെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് വാട്ടർ ഷോ എല്ലാ മണിക്കൂറിലും ഉണ്ടായിരിക്കും. ഇവിടെ ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫീലായിരിക്കും. അപ്പം ഞാനിത് പകലാണ് കാണുന്നത്. നിങ്ങൾ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഇട്ട് നമ്മുടെ നാട്ടിൽ മൈസൂർ പാലസിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീലായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഫൗണ്ടെയിൻ ഷോ എല്ലാവരും നോക്കി വയ്ക്കുക. അത് നല്ല മറക്കാതെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. എല്ലാ മണിക്കൂറിലും ഉണ്ടായിരിക്കും. ഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റോട് കൂടി വൈകുന്നേരം വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാനിപ്പോൾ ഡേ ടൈമാണിത് വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. ഓരോ ഡോറുകളും വലിയ വലിയ കവാടം പോലെയാണുള്ളത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ഇനിയും ബാക്കി കാഴ്ചകൾ കാണാം. ഇതാ പുൾബിയറിൻ്റെ ഒരു ഷോറൂം കാണാനുണ്ട്. എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് നടക്കാം. ഞാൻ എല്ലാ ഫ്ലോറും മൊത്തത്തിലൊന്നും എടുക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആവും. നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ച വരെ, അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ഈവനിങ് നല്ലപോലെ സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരുപാട് ബ്രാൻഡഡ് ഷോറൂമുകളുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇനിയും അങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് ഈ കാണുന്ന വലിയ ഡോം കണ്ടത്. ഡോമിൻ്റെ വലുപ്പം ഒരു അന്യായ സൈസ് തന്നെ. അതിൻ്റെ താഴെ നേരെ കാണുന്നത് ആപ്പിളിൻ്റെ സ്റ്റോറാണ്. ഒരുപാട് ഐഫോൺസൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡോംസ് ഉണ്ട്. 4 നിലകളിലാണ് ഈ ഒരു മാളെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈസ് നിങ്ങൾക്ക് ഊഹിക്കാം. അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു കോഫി ഷോപ്പാണ്. നല്ല പ്രീമിയം ലെവലിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ഇവരുടെ ഫുഡ് കോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലേക്കാണ്. നല്ല വിശാലമായൊരു ഫുഡ് കോർട്ടാണ് ഇവിടെ ഉള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമുക്ക് കാണാം. എന്താണ്ടോ ഒരുപാട് ഷോപ്പുകൾ അങ്ങനെ ഒരുപാട് വൈഡായ ഏരിയയിൽ തന്നെ കിടക്കുന്നുണ്ട്. നോവ സിനിമാസ് ഉണ്ട്. ഈ ഒരു ഫ്ലോറിൽ മൊത്തം നമുക്ക് ഫുഡ് ഏരിയാസാണ് ഈ കാണുന്നത്. ഒരുപാട് ഫുഡ് കോർട്ട് അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഖത്തറിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടതിന് ഞാൻ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ ആക്സസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരം ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ ഒരു ഓഫ് ഡേ ഒക്കെ നല്ലപോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. അധികം റഷൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ കാണുന്നത് കണ്ടോ, നല്ലൊരു ക്യൂട്ടായ ടീ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ മനോഹരമായ വ്യൂ എൻ്റെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് വ്യൂ ആണ്. ഞാൻ ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു കൊറിഡോറിൽ ഇവിടെ വന്ന് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു വ്യൂ കണ്ട് നിൽക്കാൻ നല്ലൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.